ഹലോ, അങ്ങനെ ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത്രയും ആളുകളാണ് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂലുള്ളത്. യെസ്, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുന്ന ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ പ്രൊമോഷൻ. ഈ ഒരു പേര് തെറ്റിപ്പോകരുതേ എന്ന് പറയുന്ന ഒരു യെസ്. അപ്പൊ വെൽക്കം വിശാഖ്, റോഷൻ, വേദിക, അർജുൻ ആൻഡ് കാർമൻ. യെസ്, പറയൂ, ഇതെന്താണ്? ഒരിക്കലും ഒരു മനുഷ്യൻ ഇത് പേര് പറയരുതെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ പേര് പോലെ ഉണ്ട്. ഈ പടം കണ്ട പേര് ആൾക്കാർ അറിയണം എന്നുള്ള കാരണം. ഓ, അതിനൊരു ആ പേരിലൊരു സ്റ്റോറി ഉണ്ട്. ഇല്ല, ഈ പടമാണ് അതിന്റെ സ്റ്റോറി, ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചത്ത, എന്താണ് ഈ പച്ച എന്നൊന്നും നിങ്ങളിപ്പോ പറയില്ല? ഇല്ല, പറയാ. അത് മട്ടാഞ്ചേരിയിൽ ഉപയോഗിക്കണ ഒരു കോമൺ ആയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ചത്ത പച്ച എന്ന് വെച്ചാല്. അതിന്റെ അർത്ഥം അതാണ്. യെസ്. അപ്പൊ എന്താണ് ഈ മൂവി? കൊച്ചി സെറ്റപ്പിലേക്ക് ഒരു WWE പരിപാടി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൈമറി ഹുക്ക് ലൈൻ. അതിനപ്പുറത്ത് ഒരു ഫാമിലി സ്റ്റോറിയും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 3 ബ്രദേഴ്സിന്റെ കഥ, അവരുടെ കൂടെയുള്ള ഈ ഗ്യാങ്ങിന്റെ കഥ, ഈ കുട്ടി അതിനകത്തുണ്ട്, വേദിക ചെയ്യുന്ന റോസ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി സ്റ്റോറി ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പുറത്തൂടെ ഈ ഒരു ഹൈ ഒക്ടൈൻ WWE റെസ്ലിംഗ് പരിപാടി, അത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ബിലീവബിൾ ആയിട്ട് കാണിക്കാൻ ഉള്ളൊരു. അപ്പൊ ഒരു ഫുൾ ഓൺ ഒരു ആക്ഷൻ മൂവി ആണോ, അതോ ഒരു ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണോ? അല്ലല്ല, ഒരു ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബിക്കോസ് ഈ ആക്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു സർഫസ് ലെവലായിട്ടുള്ള സാധനമാണ്. ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇമോഷൻസ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഇമോഷൻസ് ഒക്കെയാണ് കൂടുതലും പോകുന്നത്. പിന്നെ ഇവര് അർജുനും റോഷനും ഇഷാനും ബ്രദേഴ്സാണ് പടത്തില്. ആ ഫാമിലിയിൽ ഉള്ള ഒരാളാണ് വേദിക. അപ്പൊ അവരുടെ ഒരു ഇമോഷണൽ കോറാണ് പടത്തിന്റെ ഒരു സോള് ശരിക്കും. അപ്പൊ നിങ്ങളുടെ ലുക്ക് ആണ് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ലുക്കാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അർജുൻ എടുത്തു പറയേണ്ടത്, ഞാൻ ലാസ്റ്റ് കണ്ടപ്പം മുടിയും താടിയൊക്കെ ആകെ നമുക്ക് തന്നെ എനിക്ക് തോന്നുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടുവോ എന്ന് പറയേണ്ട ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കാടൊക്കെ മറ്റേ തെളിച്ച് ഒരു വെളിച്ചൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ തലയിലിരിക്കണം. പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ആകെയുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റണ്ട്സ് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടല്ല, ടയറിംഗ് ആണ്. ഭയങ്കര എക്സേർട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു മൊത്തം പരിപാടിയിൽ. നോർമൽ ഫൈറ്റ് അല്ലല്ലോ, കാരണം ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അതിന് പ്രോപ്പർ കൊറിയോഗ്രാഫിയും കാര്യങ്ങളുണ്ട്, ടൈമിംഗ് ഉണ്ട്. അത് ആൾക്കാർക്ക് കണ്ട ബിലീവബിളും ആവണം. അപ്പോൾ അത്രത്തോളം അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചേണ്ട ഒരു ടയർഡ്നെസ് ആണ് അന്ന് കണ്ടത്. ഞാൻ ഇതിന്റെ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് നേരെ ഇന്റർവ്യൂ പരിപാടിക്ക് വന്നത്. അതുകൊണ്ടാണ് ടയർഡായിരുന്നത്. അല്ലെങ്കിൽ സുന്ദരാണ് ലുക്ക്. വേദികക്കുട്ടി, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അവരുടെ കൂടെ അഭിനയിച്ചിട്ട്? ഇവര് കാണാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്റെ പ്രായം പോലെയാണ്. അത് ശരി, അത്രയും വളർച്ചയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സെറ്റിലും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ആക്ഷൻ ഒക്കെ ഉണ്ടോ വേദിക്ക്? ആണോ? ഫൈറ്റ് സീനൊക്കെ ഉണ്ടോ? ഫൈറ്റ് സീന് ചെറിയൊരു ഫൈറ്റ് സീൻ ഉണ്ട്. കാർമൻ, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റേഴ്സിന്റെ ഇടയിലുള്ള ഫൈറ്റർ തന്നെയാണെന്ന് തോന്നുന്നത് ഇത് കണ്ടിട്ട്. പറയൂ. ലൈക്ക് ഫൈറ്റിനേക്കാൾ ഉപരി ഞങ്ങള് ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. നമുക്കൊരു ബ്രദർഹുഡ് പരിപാടിയാണ്. നമുക്ക് ഫുൾ, ഞാൻ ആകെ ഒരു പെൺകുട്ടി ഉള്ളെങ്കിലും എന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് ഇവരുടെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു പടം. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറിൽ. അപ്പോൾ ഞാൻ ഒരിക്കലും ലൈക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിലേക്ക് ഇന്നാവുന്നു. പക്ഷെ ഇതിൽ ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നം പോലെ തന്നെയാണ്. ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എനർജി പാക്കിലാണ് ഈ മൂവി ചെയ്ത് തീർത്ത് മൊത്തം. ഒരു ഷൂട്ടിന്റെ സമയത്ത് ഏറ്റവും നെർവസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? നെർവസ് ആയിട്ട് ഫൈറ്റിന്റെ സമയത്ത് തന്നെയാണ് കൂടുതലും. ഫസ്റ്റ് കാരണം ഞാനും ഡാറ്റും ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അതിൽ ചെയ്യുന്നതിലായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ തമ്മിലാണ് ഫൈറ്റ് തുടങ്ങുന്നത്. എല്ലാവരുടെയും ഫൈറ്റിന് മുമ്പ് ഞങ്ങളുടെ ഫൈറ്റ് ആയിരുന്നു ആദ്യത്തെ ഫൈറ്റ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കുന്നു ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല. ലൈക്ക് ഇത് ഭയങ്കര ന്യൂ ആയിരുന്നു. കൊറിയോ ചെയ്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു, അത് എത്ര ടേക്ക് വരെ പോവും, എങ്ങനെ പോവും, നമുക്ക് ഇഞ്ചുറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പക്ഷെ ആ ദിവസം ഫുള്ള് നമ്മളെ വെച്ചിട്ടായിരിക്കണം ചെയ്യണ്ടാവുക. അപ്പൊ അത്രയും ഫുൾ എനർജിയിൽ നിൽക്കണം, അങ്ങനത്തെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായി. പക്ഷെ അതിൽ റിങ്ങിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതെല്ലാം മാറി. ഫുള്ളൊരു പുകയായിരുന്നു. ഞാനിങ്ങനെ ലൈക്ക്
ചെറിയൊരു രീതിയിൽ പറയാം, ഞങ്ങൾ കറങ്ങണ ഒരു ആക്ച്വലി ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സ്റ്റണ്ട് ഉണ്ട്. ഇവളിങ്ങനെ ഡാറ്റയുടെ ഡാറ്റയുടെ ഒരു ചുറ്റും ചുറ്റും ഇങ്ങനെ ഒരു 4 തവണ കറങ്ങിയിട്ട് കറങ്ങണം. ലോക്കിയാണ് പരിപാടി. അത് ഒരു വട്ടം എന്താണ് ട്രെയിൻ ചെയ്തത്, അത് ഒറ്റൊരു കറക്കം ട്രെയിൻ ചെയ്തുള്ളൂ. റിങ്ങി കയറിപ്പോ ഒരു 4 കറക്കം കറങ്ങണം. ഞങ്ങൾ 2 വട്ടം പോയി 3 അവിടെയാണ് വട്ടം പുക. അവിടെ വെച്ചിട്ട്, കാരണം നമ്മുടെ തല ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ 4 തവണ കറങ്ങും. അത് റോപ്പൊന്നും ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായില്ല. നമുക്കിങ്ങനെ കുറച്ച് കഴിഞ്ഞ് അത് കുറേ ടേക്സ് പോയി. കാരണം ഇത് നമുക്ക് ഈ WWE ഫേക്കിംഗ് ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു സാധനം പെയിൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, കറക്റ്റ് വീഴുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. നെ പറ്റി പൊതുവെ പറയാറ് ഇതൊന്നും റിയൽ അല്ല, ഇതൊക്കെ ആക്ടിങ് ആണെന്ന്. പക്ഷെ ഈ ആക്ട് ചെയ്തവരോട് ചോദിക്കട്ടെ, അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു ഈ ആക്ടിങ്? ആക്ടിങ്ങിൽ ഒരു പെയിൻ ഉണ്ടെന്നുള്ളൊരു നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു ഫൈറ്റ്, ഇങ്ങനത്തെ WWE ബേസ് ചെയ്ത പടം ചെയ്യുന്നു. അത് വന്ന് അത് ചെയ്യാൻ തുടങ്ങി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ പൊന്നു വെച്ചാൽ നല്ല പണിയായിട്ട് ഈ പരിപാടി ചെയ്യാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. നമ്മള് കൊണ്ടാല് അതിന്റെ ലൈക്ക് നമ്മള് തൊടാണ്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ഞാനും ഡാറ്റു ആയിട്ടാണ് മെയിൻ ആയിട്ട് ഫൈറ്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ക്യാമറ ആംഗിളിൽ നമ്മൾ ടച്ച് ചെയ്തില്ലെങ്കിലും കിട്ടൂല, ഒരു സീനും ഞാൻ പറഞ്ഞിട്ട് ഡാറ്റും വൈഷ്ണവിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഇടിച്ചിടിക്കണേന്ന് പറയാം. സോറിടാ മാപ്പം പറഞ്ഞിരിക്കണത്. കാരണം ഇവന്മാരെ ഫസ്റ്റ് ഫിലിമാണ്, ഇവന്മാർക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫയറിലാണ് നിക്കണേ. അപ്പം അവൻ പറഞ്ഞു ഞാൻ ഇടിച്ചാൽ നീ ഇടിക്കും, നീ ഇടിച്ചാൽ ഞാൻ ഇടിക്കും, ഇടിച്ചോ ഒന്നും നോക്കണ്ട, സ്ക്രീനിൽ കാണാനുള്ളതാണെന്നുള്ള രീതിയില് സോറിടാ. കാരണം നമ്മള് ഇത് ടച്ച് ചെയ്യാണ്ട് വിടുമ്പോ ഇവർക്ക് ഡയറക്ടർ ആയാലും റീടേക്ക് നമ്മുടെ കലൈ മാസ്റ്റർ ആയാലും പറയും ഇത് റെഡി ആയില്ല, കാരണം വൺ മോർ. അപ്പൊ ഡാറ്റു ഞാനിങ്ങനെ ശരിയാവണില്ല. അപ്പൊ ഡാറ്റു പറയും നീ അടിച്ചോ, അപ്പൊ ഞാൻ പറയും അടിച്ചോ, അങ്ങോട്ട് കൊടുക്ക. അപ്പൊ ടച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഇവര് ഓക്കെ ടേക്ക് പറയാം. അപ്പൊ നമ്മള് അപ്പൊ ഇവർക്ക് കൊള്ളണോ അല്ലേ, കൊണ്ടാലല്ലേ ഹാപ്പി ആവുള്ളൂ. പൊതുവെ ഈ ആക്ഷൻ മൂവീസില് നിങ്ങൾ ഇങ്ങനെ മറ്റേ ഹോസ്പിറ്റലിലേക്കുള്ള ഫ്രീക്വന്റ് വിസിറ്റുകൾ, നിങ്ങളുടെ കൈ കാലൊക്കെ ഒടിയാത്തവരായിട്ട് ആരെങ്കിലും ആ സെറ്റിലുണ്ടോ? കൈയൊന്നും ഓടിഞ്ഞിട്ടില്ല, കാലൊടിഞ്ഞ ഒരാളുണ്ട്, കൈയൊന്നും ഓടിഞ്ഞിട്ടില്ല, അതും ഫൈറ്റ് ചെയ്തോണ്ടല്ലോ. വെറുതെ നിക്കണായിരുന്നു, ഒരാളൊന്ന് കാലിലേക്ക് വീണു. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. പരിക്കുകളൊന്നും ഇല്ലാതെ ചതവൊക്കെ ഉണ്ട്, നീരും ഉളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളർഫുൾ ആയിട്ട് കിടക്കും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പർപ്പിൾ പച്ച അങ്ങനത്തെ ഒക്കെ. പിന്നെ എസ് ഷേപ്പ് ആവും കൈ, നീര് രണ്ട് സൈഡിലൊക്കെ വന്ന്. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്ന ആ സമയത്ത്. പിന്നെ എക്സോഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മള് തളർന്നു പോയിട്ട് ആശുപത്രി പോയിട്ട് ഒരു ട്രിപ്പ് അടിക്കും, തിരിച്ചു വരും. ഞങ്ങൾക്ക് ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ബെഡ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു. കാരണം ആദ്യം ഇഷാൻ പോയി, അതിന്റെ പുറകെ ഞാൻ പോയി, അതിന്റെ പുറകെ ഞങ്ങള് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയി മാസ്റ്റർ പോയി. മാസ്റ്ററിന്റെ ഹൈ ഫീവർ. അത് ഇതുപോലെ വണ്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോ ചോദിക്കും വേറെ ആരെങ്കിലും വരാനുണ്ടോ. അത് ശരിക്കും ഞാൻ റീലൊക്കെ കണ്ടിരുന്നു ഇതിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ നിങ്ങൾ എത്ര ഡേയ്സ് മുന്നേ തുടങ്ങി, അല്ലെങ്കിൽ മാസങ്ങൾ മുന്നേ തുടങ്ങി? 3-4 മാസം മുന്നേ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ഈ മറ്റേ കമന്ന് വീട്. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു പൊതുവെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റിയും അങ്ങനെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണല്ലേ? അപ്പൊ അതിന്റെ ഇതിലേക്ക് ആക്കി എടുത്തു ആണെന്ന് പറയാൻ പറ്റും. ഈ കാണുന്ന വെച്ചാല് ഞാനെപ്പോഴും അറ്റത്തിരിക്കണേ ആലും പിടിച്ച് പോകാനുള്ള. അപ്പൊ ഡയറ്റ് വർക്ക്ഔട്ട് അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇതുണ്ടായിരുന്നോ? ഞാൻ മിണ്ടൂല. പറഞ്ഞു ഉണ്ടായിരുന്നു. അല്ല, ഇതിനത് ആവശ്യമായിരുന്നു. ഇങ്ങനത്തെ ഒരു പടം നമ്മൾ ചെയ്യുമ്പോഴേ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. എസ്പെഷ്യലി സേഫ്റ്റി എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, എങ്ങനെ വീഴണം, എങ്ങനെ റോൾ ചെയ്ത് മാറണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഷാവൻ ആൻഡ് ഡേവിസ് 2 ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ അറേഞ്ച് ചെയ്ത ആൾക്കാരായിരുന്നു. അത് അവരുടെ കൂടെ ട്രെയിനിങ് കൂടാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ് ചെയ്യുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങും, ഇതായിരുന്നു 3-4 മാസത്തേക്കുള്ള പരിപാടി പ്രിപ്പറേഷനായിട്ട്. പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. കാരണം ഈ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു, എന്നാലും കുറച്ചും കൂടെ സേഫ് ആയിട്ട് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് നമുക്ക് വന്നത് അത് ചെയ്തുകൊണ്ടാണ്. പൊതുവെ നമ്മളിങ്ങനെ മൂവീസ് കാണുമ്പോഴാണല്ലോ അത് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. പൊതുവെ നമുക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ RDX ഒക്കെ കണ്ട ഒരു ടൈമില് ഈ കരാട്ടയില് കുറെ കുട്ടികൾ ജോയിൻ ചെയ്യുക, അങ്ങനെ ബോക്സിങ്ങിന് കുറെ പേര് ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. സാറുമാരെന്നെ പറയണേ ഇപ്പൊ കുട്ടികൾക്ക് കുറേയും കൂടിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആക്ഷൻ മൂവീസ് കൂടുതൽ വരണം എന്നുള്ളൊരു ആഗ്രഹം പേഴ്സണലി നിങ്ങൾക്കുണ്ടോ? അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു കഥ പരിപാടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതും ആൾക്കാർ കാണേണ്ട ഒരു പരിപാടിയാണ്. ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ആക്ഷൻസ്. കാരണം ഇങ്ങനത്തെ സ്റ്റൈല് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഡയറക്ടറിന് ഉണ്ടായതുകൊണ്ട് ആ കഥ എഴുതാനും അത് ഇലാബറേറ്റ് ചെയ്യാൻ സാധനവും പിന്നെ അത് ഏറ്റെടുത്ത് മൊത്തം ഫുൾ ഫ്ലെഡ്ജിൽ പരിപാടി ഓണാക്കാൻ ആ ക്വാളിറ്റിയിൽ ഡെലിവറി ചെയ്യാൻ പ്രൊഡക്ഷൻ ടീം ഷിഹാനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നടന്നു. ഇതേപോലെ ഇനിയും വരട്ടെ, ഞങ്ങളെയും വിളിക്കട്ടെ. കണ്ട് ഇൻസ്പയർ ആവുന്ന പിള്ളേരോട് നമുക്ക് പറയാനുള്ളത് ഇതുള്ളൂ, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇത് പറയും. പ്ലീസ്, ഇത് ഞങ്ങളോടും പണ്ട് ചെറുപ്പത്തിലേക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ ബെഡിലൊക്കെ എടുത്ത് ചാടി ഷോക്ക് ചെയ്തിട്ടുണ്ട്, ഇഞ്ചറി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇഞ്ചറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് എളുപ്പമല്ല, വെറുതെ അങ്ങനെ ചെയ്യരുത്. ഈ WWE എന്നുള്ളൊരു സംഭവം തന്നെയാണോ നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിലേക്കും ഈ ഒരു സിനിമയിലേക്കും ആകർഷിച്ചൊരു കാര്യം? ഏറ്റവും മെയിൻ ഫാക്ടർ അത് തന്നെയായിരുന്നു. അതൊരു ഒറ്റ ലൈനിൽ കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഐഡിയ ആണ്. അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഓക്കെ അപ്പോൾ കുറച്ച് ആൾക്കാർ കൊച്ചിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്, ഇങ്ങനൊരു പരിപാടിയാണ് പടം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ചുറ്റുമുള്ള കഥ, അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ജേർണി ഉണ്ട് ആ കഥയിൽ. അത് കഥയും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയ്യോ ഇത് വെറുതെ WWE കാണിക്കാനായിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നിയില്ല. ആ കഥയും കൺവിൻസിംഗ്ലി ബൈ ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റാൻഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ആയപ്പോഴാണ് ഇത് ഫുള്ളി സെറ്റ് ആവുന്നത്. പക്ഷേ ഇനിഷ്യൽ എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടും WWE. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഈ കലൈ മാസ്റ്ററൊക്കെ ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ ഇടയിൽ പുള്ളി ഒരുപാട് ഭീകര സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, ഭീകര ഫൈറ്റുകളൊക്കെ മാർക്കോ ഉൾപ്പെടെ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ പടത്തിന് വേറെ ഒരു സിനിമയിലും ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. ഇതിനകത്ത് ഓരോ ഫൈറ്റും ഒരു പെർഫോമൻസാണ്, ഒരു ഷോ പോലെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തൊരു ഇമോഷണൽ ആംഗിൾ ഉണ്ട് താനും. അപ്പോൾ അതൊരു ഒറിജിനൽ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ആക്ഷൻ സിനിമ എന്നുള്ളത് മാത്രമല്ല എന്നുള്ളതൊക്കെ ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് തോന്നി തുടങ്ങി. അതാണ് ഒരു രീതിയിൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ആദ്യം കുറെ ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ആക്ഷൻ പടം മാത്രമല്ല അത്, ഡിഫറെന്റ് സ്റ്റൈൽസ് വേണം. അർമാദിച്ചിട്ടുണ്ട് കലാ മാസ്റ്റർ ഞങ്ങളിട്ട്. അതെ. നിങ്ങൾ തന്നെ ഇപ്പൊ റിയൽ റെസ്ലേഴ്സിനെയൊക്കെ റെഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ആക്ച്വലി ഒരാൾക്ക് ഒറ്റ റെഫറൻസ് അല്ല, പല മിക്സ്ഡ് ആയിട്ടുള്ള പരിപാടികളും, ഫൈറ്റ് സ്റ്റൈൽ ആണെങ്കിലും കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും മൂവ്സും എല്ലാവർക്കും ഡിഫറെന്റ് ഫൈറ്റിംഗ് സ്റ്റൈൽസ്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് ഒരു റെസ്ലേഴ്സ് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒപ്പി എടുത്തിരിക്കുന്ന ടൈപ്പാണ്. ഇതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു മനുഷ്യൻ കുഴപ്പമൊന്നുമില്ല, സാധു. കാർമൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര മസിലായിരുന്നു. അത് നീ ഇപ്പൊ ഇവിടെ പറയേണ്ട കാരണം എന്താ? കുറച്ചു നേരം അവളോട് വെറുതെ ഇരിക്കും. ഇവർക്കൊക്കെ ഭയങ്കര മസിലാണ്, അവരൊക്കെ ഇടിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണോ? സ്ട്രോങ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇവര് ഷൂട്ടിംഗ് സെറ്റിൽ ഇങ്ങനെ കൊറേ ടേക്ക് ഒക്കെ പോയിരുന്നോ? ചേട്ടന്മാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അർജുൻ ചേട്ടന് റോഷൻ ചേട്ടന്റെ ഒരു ഫൈറ്റില് കൊറേ ഫൈറ്റ് പോയി. കൊറേ പോയോ? പോയി. തെറ്റിക്കുണ്ടായിരുന്നോ? ആ ഫൈറ്റ് ഭയങ്കര ടഫായിരുന്നു, അതുകൊണ്ടാണ് പാവല്ലേ. കാർമൻ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? കാർമി ചേച്ചിയുടെ ഫൈറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സീക്വൻസിലില്ല അവള്. കണ്ടാ നീ ഫാനാവും, ചിരിക്കണം. ഇതിപ്പോ 4 പേര് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? എല്ലാവരുടെ കമ്പനിയാ? എല്ലാ ദിവസവും സെറ്റിൽ പോവായിരുന്നോ? എല്ലാ ദിവസവും സെറ്റില് പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകണല്ലോ. അതെ. ഇപ്പൊ സ്കൂളിലും പോണില്ല, ബാക്ക് ടു ബാക്ക് സിനിമകളാണ് റോസമ്മയ്ക്ക്. കൊറേ സിനിമകൾ ഇനിയുണ്ട് ഷൂട്ട്സ്, ഇനി ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ടല്ലേ. ഹായ്, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, കൂടുതൽ സിനിമകളും ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടാൻ കേട്ടോ. സ്കൂളിൽ പോണം, എല്ലാം കൂടി എങ്ങനെ ചെയ്യും നമ്മൾ? എന്തായാലും 2 മാസം വെക്കേഷൻ വരാൻ പോവല്ലേ. എന്നിട്ട് വേണം വേറെ കുറെ പടങ്ങൾ ചെയ്യാൻ. എന്നിട്ട് വെറുതെ ഇരുന്നിട്ട് സ്കൂൾ തുടങ്ങുമ്പോ പടം. ഇപ്പം അർജുനുള്ള സിനിമകളിൽ പൊതുവെ ബാക്കിയുള്ള ടീമൊക്കെ പറയണ എല്ലാരും അർജുന്റെ കാരവനിലായിരിക്കും. അപ്പൊ ഈ സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാരും പുള്ളിയുടെ ഞാൻ ഉൾപ്പെടെ. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ഒന്നുമില്ല, ഞാൻ ഈ സൗബിക്കനെ ആസിക്കനെ കണ്ടൊക്കെ അത് ഒറ്റയ്ക്ക് കാരവനിൽ ഇരിക്കാൻ ആക്ച്വലി ഭയങ്കര ബോറടിക്കും എനിക്ക്. പിന്നെ ഈ തലവര ചെയ്യുന്ന സമയത്തും പിള്ളേർ എൻ്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ അതിനു മുമ്പ് സുമതിയൊക്കെ ചെയ്യുമ്പോ ഞാനും ബാലിച്ചേട്ടനാണ്, രണ്ടും ഒന്നിച്ചാ പിന്നെ അറിയാലോ അവസ്ഥ എന്താ. അപ്പൊ എല്ലാരും രസമാണ്. പിന്നെ ഈ ഒരു പടം അങ്ങനത്തെ പടമാണ്, ഇത്ര ആൾക്കാരൊക്കെ ഉള്ളപ്പോ പിന്നെ ചെയ്യണത് ഞങ്ങളാരൊക്കെ പിന്നെ പോണ പടം ചിലപ്പോ ഞാനും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഉള്ള സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്യുക, ഇതൊരു മെമ്മറബിൾ മൊമെന്റ് ആക്കുക. അത് ഇപ്പൊ നമുക്ക് കഥ പറയാൻ കുറെ കാര്യങ്ങളുണ്ട് കാരവന്റെ അകത്ത്. ഞാൻ മറ്റേ ശ്വാസം മുട്ടി നെബിലൈസ് ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്ത് തന്നെയാ ഫുഡ് കഴിക്കലൊക്കെ. കുറച്ചൊന്ന് ശ്വാസം വലിച്ചോട്ടെ എന്നുള്ള രീതിയില് ഇടയ്ക്ക് ഒട്ടും വയ്യാണ്ടാവുമ്പോ മാത്രം ഞങ്ങള് അറിഞ്ഞാണ്ട് ബെഡൊക്കെ അവിടെ ബെഡൊന്നുമില്ല, ഒരു മൂല കൂടെ 2 പേരുണ്ടാവും. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആക്ച്വലി, എസ്പെഷ്യലി ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോകും. ഫിസിക്കലി അത്ര എക്സോസ്റ്റിംഗ് ആണ്.
അപ്പൊ പറ്റുന്നത് ആ ഗ്രൂപ്പിന്റെ ഒരു എനർജിക്ക് ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ബോസും കണ്ടു തുടങ്ങിയായിരുന്നു. അത് സംഭവിച്ചായിരുന്നു ആ ഏരിയ ഞാൻ പിടിച്ചില്ല. ഡാറ്റുവിന്റെ ബ്രദർ FC ബോയ് ഓ ബിഗ് ബോസ് സ്വന്തം ബ്രദറാണ്. അപ്പൊ ആ ടൈമിൽ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ ആദ്യം FC ബോയുടെ ഫാനായിരുന്നു, പിന്നെ ഞങ്ങൾ പതുക്കെ മാറി. വെറുതെ തമാശക്ക്. ഫസ്റ്റ് ഒരു ഉടനീള ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്കുള്ള ഫസ്റ്റ് കോള് വരുന്നതും എങ്ങനെ എത്തി? ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റോന്തിലേക്ക് ഷായിക്ക് തന്നെയാണ് റോന്തിലേക്കും എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശിവായ അർജുൻ ചേട്ടോ പ്രാർത്ഥന. അല്ല ഞാൻ ഇതില് ആദ്യം കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇതില്. ഈ കഥ പറയല്ലേ തമാശ. അല്ല ഞാൻ ലേറ്റ് ആയിട്ടാ കാസ്റ്റ് ആയത്. ഇവരുടെയൊക്കെ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നായത്. ഞാൻ വിഷ്ണു ചേട്ടനുണ്ട് ഈ പടത്തിന്റെ എഡി, ആളാണ് എന്നെ ഓഫീസറിലെ ഒരു എഡി വഴി കണക്ട് ചെയ്തിട്ട് ആ കുട്ടീൻ്റെ നമ്പർ ചോദിച്ചു. അങ്ങനെ എന്നെ വിളിച്ച് ഓഡീഷൻ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ അയച്ചു. പിന്നെ ഡയറക്റ്റ് ഇവരെ മീറ്റ് ചെയ്തു. അങ്ങനെ ഇവർ പയ്യെ സെലക്ട് ചെയ്തു. ഇവരുടെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഒരു ലാസ്റ്റ് 1 മന്താണ് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിങ്ങിനൊക്കെ. അപ്പോഴാണ് അങ്ങനെയാണ് ഇതിലേക്ക് ഓഫീസറും റോന്തും കണ്ടിട്ട് അതിൽ നിന്നാണ് ഇതിലേക്ക്. ട്രെയിനിങ് ഒന്നും കിട്ടാതെ കിടലനായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പെട്ടെന്നായിരുന്നു പഠിച്ച് സ്റ്റോറിയും കൂടി പറയണം കേട്ടോ എന്റെ അടുത്ത്. പ്ലാൻ ചെയ്ത് നേരത്തെ തുടങ്ങിയായിരുന്നു വേറെ സ്ഥലത്ത്. ആണല്ലേ? അത് ഇന്നലെയായിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പം നിങ്ങൾ ഓരോ സിനിമകൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമുക്ക് കഥ കേൾക്കുമ്പോൾ ജനുവലി ആ പടം കാണാൻ തോന്നണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ക്യാരക്ടറൊക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ്ലി ആ ഫിലിം എക്സൈറ്റിംഗ് ആവുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആസ് എൻ ഓഡിയൻസ് നമ്മളത് കാണുമ്പോൾ പിന്നെ നമുക്കത് എത്ര ഗംഭീര ക്യാരക്ടറായിട്ടും കാര്യമില്ല. ആ പടം വർക്ക് ആവണം. ആ പടം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടേ കാര്യമുള്ളൂ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതാണ് നോക്കുന്നത്. ഇത് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. വേറെ ക്യാരക്ടറിനെക്കാട്ടിലും ആ പടമായിരുന്നു എക്സൈറ്റ്മെന്റ്. ഈ പടത്തിന്റെ ഭാഗമാവണം, ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ ലക്കിലി ഇതിൽ അദ്വൈതും സനൂപും കൂടെ എഴുതിയിരിക്കുന്ന മെറ്റീരിയൽ ഇസ് റിയലി നൈസ്. ഇതിനകത്ത് ഏത് ക്യാരക്ടർ എടുത്താലും അവർക്ക് ഒരു കഥയില്ലാത്ത ഒരാളായിട്ടൊന്നും ആരെയും തോന്നില്ല. എല്ലാവർക്കും ആക്ച്വലി അവരുടേതായിട്ടുള്ളൊരു ട്രാക്ക് ഉണ്ട്, അതിനൊരു രസമുള്ളൊരു കംപ്ലീഷൻ ഉണ്ട്, പ്ലേ ചെയ്യാൻ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ആർക്കൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. അപ്പോൾ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് പോലെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്തു. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഇങ്ങനൊരു പടം നടക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടാവണം എന്നുള്ള തോട്ട് തന്നെയായിരുന്നു ഗൈഡ് ചെയ്ത്. വേദിക മോള് പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരുള്ള ഒരു ഫൈറ്റ് സീൻ കുറെ കോ ആക്ടർ അർജുൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത്. എനിക്ക് കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ എന്തൊക്കെ ഓരോ കാരണത്താൽ അത് വർക്ക് ആവാണ്ട് ഇങ്ങനെ പോയപ്പോ ലാസ്റ്റ് ഈ ഒരു ഇടിപ്പടത്തിൽ തന്നെ കൂടി. അതെ, ഇതായത് ഭയങ്കര ഓക്കെ, ഭയങ്കര രസമുള്ള ഇടിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു സന്തോഷമായിരുന്നു. എന്നുവെച്ചാല് ഇടി കഴിഞ്ഞതിന് സന്തോഷമല്ല, ഒരു പരിപാടി ചെയ്തതിന്റെ ഒരു സന്തോഷം എന്നുള്ളത്. താഴെ നിന്ന് കാണുന്ന നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ. നമ്മൾ ഇവരുടെ ഓരോ മൂവ്സ് നമ്മളവിടെ കണ്ടിട്ട് അത് കറക്റ്റ് ആവണം. ലൈക്ക് ഇവരുടെ ബോണ്ടിങ് ഭയങ്കര രസമായിരുന്നു ആ ഫൈറ്റിന്റെ സമയത്ത്. പടത്തിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എനർജി. ഭയങ്കര നമ്മളാദ്യം ഇവരൊരു ആ ഫൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നോർമലി ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് മൂവ് ആയിരിക്കും. ഇതൊരു 10 സെക്കൻഡ് ഒക്കെ ഉണ്ടാവും ഒരു മൂവ് വിത്തൗട്ട് കട്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു സ്പീഡിൽ ചെയ്ത് സ്പീഡ് കൂട്ടണം, പിന്നെയും ചെയ്ത് മച്ചാനെ ഇതാണ് സ്പീഡ്, പിന്നെ എങ്ങനെയോ മിനിമം ഒരു 20 ടേക്ക് എല്ലാ ഷോട്ട്സും പോയിട്ടുണ്ട്. കാരണം അത്രയും പെർഫെക്ഷനിൽ ക്യാമറ ആംഗിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസ് ആണ് ഇത്രയും. പക്ഷെ നല്ല രസമായിട്ട് ആ ഫൈറ്റ് എൻജോയ് ചെയ്തു, അർമതിച്ചു അങ്ങോട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫൈറ്റ് സീനുകളാണോ? ഇല്ല, അങ്ങനെയല്ല. ഈ പടത്തില് വന്നുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് ഫൈറ്റ് സീൻ ഇല്ല. ഞങ്ങളെല്ലാ ഫൈറ്റ് ഒരു വട്ടം ഐസ് ബാത്തിന് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐസ് ബാത്തിന് പോയി ഫൈറ്റ് ചെയ്തിട്ട് അന്ന് രാത്രി. എന്നിട്ട് അവര് പറഞ്ഞു 8 മണിക്കൂർ ഉറങ്ങുകയും കൂടെ ചെയ്താൽ ബോഡി ഫുള്ള് റിക്കവർ. 6 മണിക്കൂർ ഷൂട്ടാ. പൊറോട്ട ബീഫിൽ ഒതുക്കിയത്. അതെ, ബാക്കി പിന്നെ നല്ല വിശപ്പാണ്. ഞാൻ ഇടക്ക് മൂത്രയ്ക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പൊറോട്ട ബീഫ് കഴിച്ചിട്ട് വരും മിണ്ടാണ്ട്. ആകെ മറ്റേ എസ് അടിച്ച സമയത്തായിരുന്നു കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കൈ വായവരെത്താത്തത്. കഴിക്കാൻ പറ്റുന്നില്ല. കുട്ടി ഇവരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമുണ്ടോ? ഭയങ്കര തമാശയാണ് ഇവര്.
ആ എല്ലാരും തമാശ. കുഴപ്പമില്ല. ഇടയ്ക്ക് ചൂടാവുന്ന ആരാ, ദേഷ്യപ്പെടുന്ന ആരാ? അങ്ങനെ ആരുമില്ല. ഇവളാ ദേഷ്യപ്പെടുന്ന ഇവരൊക്കെ ഭയങ്കര വികൃതിയാണ് അല്ലേ? ഇടയ്ക്ക് നമ്മൾ ദേഷ്യപ്പെടണം അല്ലേ? യെസ്. സിനിമയെ പറ്റി പറയൂ. സന്തോഷം തോന്നിയോ? ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോവാൻ നേരത്ത് ഭയങ്കര സങ്കടം തോന്നി? ഇവരൊന്നും അപ്പൊ അത്രയും ദിവസം ഒരുമിച്ചായിരുന്നില്ലേ? ഞാൻ കരഞ്ഞു. കരഞ്ഞോ? പറഞ്ഞോ കരഞ്ഞു ലാസ്റ്റ് ഡേ കരഞ്ഞു. കണ്ടില്ലല്ലോ പക്ഷെ. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മാച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സന്തോഷം. അപ്പൊ പിന്നെ കുഴപ്പമില്ലേ? പാച്ച് ഷൂട്ട്. ആ ഞാൻ വിചാരിച്ചു വേറെ പടമാണെന്ന്. അല്ലല്ല, നമ്മുടെ തന്നെ കാട്ടാളൻ ഷൂട്ടിൽ പോയല്ലോ ഇടയ്ക്ക്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു വീഡിയോ എനിക്ക് അയച്ചത് നേരത്തെ ഫ്രണ്ട്. എനിക്ക് കാട്ടാളൻ ലൊക്കേഷൻ ഇഷ്ടമാണ്. കറക്റ്റ് പൊക്കിയത് തിരിച്ചിങ്ങോട്ട് വന്നു കാട്ടാണ്. പിടിച്ച് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞ അയച്ചു കൊടുത്തതല്ലേ? ഞാളെ പോയിട്ട് പറയണം. അപ്പൊ ഈ ഒരു ടീസറിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് നമ്മളെ കളിയാക്കിയവരും അവരെയൊക്കെ നമ്മൾ ഒരു ദിവസം കൈയടിപ്പിക്കുന്ന ഒരു മൊമെന്റ്. അപ്പൊ നിങ്ങളുടെ റിയൽ ലൈഫിൽ അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ചത്താപ്പച്ചായിരിക്കും. ആണല്ലേ? പിന്നെ തീർച്ചയായും എന്റെ ഫ്രണ്ട്സ് തന്നെ എന്റെ അടുത്തോണ്ട് എനിക്ക് പറ്റാത്ത പണിയാണ് ഈ അവര് ഇപ്പൊ പറവ തൊട്ട് പിന്നെ അവരിപ്പോ നല്ല ഫാൻസ് ആണ് എന്റെ. ശരി. ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു അതോ കോളേജ്? എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എനിക്ക് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ക്രൗഡ് ഉണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ അറിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു സീനില്ല, ചില്ലാണ്. ഏതൊരു പോയിന്റിലാണ് ഓക്കെ ഇതാണ് എന്റെ തട്ടകം എന്ന് തോന്നി? തട്ടകൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും. അതായത് എനിക്കാണ് ഇത് ആവശ്യം. എന്റെ ഏരിയ അല്ല, എന്റെ സ്പേസ് അല്ല. പക്ഷെ ഞാൻ ആ സ്പേസിൽ ഞാൻ അഡാപ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുറെ പരിപാടികളായിട്ട്. എനിക്കങ്ങനെ അങ്ങനെ പുച്ഛിച്ച അങ്ങനെ ഒന്നല്ല, പക്ഷെ നമ്മളുടെ അടുത്ത് വേണ്ട ചെയ്യണ്ട അങ്ങനെ ഒരു സിനിമ ആണ്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തൊക്കെ സിനിമയാണ് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോൾ സിനിമയിൽ വന്നു തുടങ്ങി, പോസ്റ്ററുകൾ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ അവർ എൻ്റെ സിനിമയിൽ ഞാൻ ചെയ്തേക്കുന്നതൊക്കെ കണ്ട് അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തൊക്കെ വന്ന് പറയുമ്പോൾ ലൈക്ക് അവരും ഇപ്പോൾ ഹാപ്പിയാണ്. ലൈക്ക് അവർ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ കാർമിക്ക് ഇനി നെക്സ്റ്റ് സിനിമകൾ ഏതാണ്, ഞങ്ങൾ എക്സൈറ്റഡ് ആണ് കേട്ടോ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്കൊന്ന് സിനിമയിലൊക്കെ നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നതല്ലേ കുറെ കളിയാക്കലും പുച്ഛമൊക്കെ. അത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ, എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി വരും. ഇതിപ്പോൾ എനിക്കിതാ ചെയ്യേണ്ടത്, എനിക്ക് ആൻഡ് ലൈഫ് ലോങ് ഞാൻ ഇതിൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ അതിനിടയിൽ പല ഇൻ്റർവെൽസിൽ ഈ പറയുന്ന കളിയാക്കലും പുച്ഛമൊക്കെ വന്നേക്കാം. അത് ഇപ്പം പണ്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അത്രയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അത് സംഭവിക്കും, അടുത്തതിൽ നമ്മളത് മാറ്റും. ഈ ആ ഒരു ഡയലോഗ് പോലെ തന്നെ അത് എന്തെങ്കിലും അത് മാറ്റും, പിന്നെ അത് സംഭവിച്ചേക്കാം. അതെ, ഒരിക്കൽ അത് മാറ്റിയത് കൊണ്ട് പിന്നെ ഒരിക്കലും വരില്ല എന്നൊന്നല്ല. പവർ കൂടി കളിയാക്കലാവുന്നുള്ളൂ. അതെ. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചത്താപ്പച്ച എല്ലാവരും കാണണം. പിന്നെ അതൊരു 1000 കോടി ആവണം. എന്നിട്ട് ആ കോടി എല്ലാവർക്കും ഷെയർ. എല്ലാരും അതിൽ എന്റെ ഫാൻ ആവണം. കുറച്ചൊക്കെ ഇവരുടെ ഫാൻ ആകാം അല്ലേ? കുറച്ചിഷ്ടം. ശരി. പക്ഷെ വേദിക കഴിഞ്ഞിട്ട് മതി അല്ലേ? മനസ്സിലായോ? ചത്തപ്പച്ച ഒരു കളർഫുൾ അടിപൊളി പടമായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. നല്ല മാസും ഇമോഷനും തമാശയും എല്ലാം ഉണ്ട്. ഒരു ഫുൾ പാക്ക് പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം. 22 തന്നെ ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ബാക്കി അത് കഴിഞ്ഞ് സപ്പോർട്ട് എല്ലാം തരാം. തീർച്ചയായിട്ടും. അപ്പൊ വേദിക പറഞ്ഞ പോലെ തന്നെ 1000 കോടി ക്ലബിലേക്ക് കയറട്ടെ കേട്ടോ. യെസ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ടീം. Thank you so much for joining. Thank you. Thank you.